SUCIയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി BJP. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട തുക ഒന്നും തന്നെ നൽകിയില്ലെന്ന് മാത്രമല്ല, ഫിക്സഡ് ഇൻസെന്റീവ് 100 കോടി രൂപയും കേന്ദ്രം നൽകാനുണ്ട്. വസ്തുത ഇതായിരിക്കെയാണ് സമരവേദിയിലെത്തി BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പച്ചക്കള്ളം പറഞ്ഞത്. ആശാവർക്കർമാർക്കായി കേന്ദ്രം കേരളത്തിന് നൽകേണ്ട ഫിക്സഡ് ഇൻസെന്റീവ് 100 കോടി, ദേശീയാരോഗ്യ മിഷൻ പദ്ധതി നടപ്പിലാക്കുന്നതിനായി നൽകേണ്ടത് 600 കോടി തുടങ്ങി നിരന്തരമുള്ള കേന്ദ്രാവഗണന തുടരുമ്പോഴാണ് രാജ്യത്ത് ആശാവർക്കർമാർക്ക് ഏറ്റവും ഉയർന്ന ഓണറേറിയം നൽകുന്ന സംസ്ഥാനങ്ങളിൽ കേരളം 1-ാം സ്ഥാനത്തെത്തി നിൽക്കുന്നത്. കേരളം 7000 രൂപയാണ് നൽകുന്നത്. എന്നാൽ തെലങ്കാനയാണ് കൂടുതൽ തുക ആശമാർക്ക് ഓണറേറിയം നൽകുന്നതെന്നാണ് പ്രതിപക്ഷം പ്രചരിപ്പിക്കുന്നത്. കേന്ദ്രം അനുവദിക്കേണ്ട തുകയുടെ കണക്കുകൾ ആരോഗ്യമന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെയാണ് SUCIയുടെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആശാവർക്കർമാരുടെ സമരത്തിന് പിന്തുണയുമായി BJP രംഗത്തെത്തിയത്. കേന്ദ്രം നൽകാനുള്ള തുക നൽകിയില്ലെന്നു മാത്രമല്ല, സമരപ്പന്തലിലെത്തി കേന്ദ്രം നയാ പൈസ സംസ്ഥാനത്തിന് നൽകാനില്ലെന്ന പച്ചക്കള്ളവും BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ പറഞ്ഞു. സംസ്ഥാന ഗവൺമെന്റ് കൊടുക്കേണ്ട ന്യായമായിട്ടുള്ള കണക്കുകൾ കൊടുക്കണം. യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റിന്റെ അടുത്ത് അത് കൊടുക്കണം. ചെലവഴിച്ച തുകയ്ക്ക് വൗച്ചർ കൊടുക്കണം. പല കാര്യങ്ങളിലും അടിസ്ഥാനപരമായി കേരളത്തോട് വിയോജിപ്പുണ്ട്. കേരളം ഒരു നയാ പൈസ കേരളത്തിന് കേന്ദ്രം അണപായി തീർത്ത് കൊടുക്കാൻ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഒരു ദുരഭിമാനവും ഞങ്ങൾക്കില്ല. 1 രൂപ കേരളത്തിന് കിട്ടേണ്ട കാശ് കേന്ദ്രം പിടിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിങ്ങളോടൊപ്പം നിന്ന് സമരം ചെയ്യുന്നതിന് ഞങ്ങൾക്കൊരു മടിയുമില്ല. കേന്ദ്രം സംസ്ഥാനത്തിന് നൽകേണ്ട തുകയുടെ കണക്കുകൾ പുറത്തു വന്നിട്ടും കേന്ദ്രത്തിനെതിരെ ശബ്ദിക്കാൻ സമരസമിതിയും തയ്യാറായിട്ടില്ല. സുരേഷ് ഗോപിയുടെ സമരപ്പന്തൽ സന്ദർശനത്തിലൂടെ ആശാവർക്കർമാരെ BJPയിലേക്ക് കൊണ്ടുപോകാനും നീക്കമുണ്ട്. പച്ചക്കള്ളം പറഞ്ഞ സമരക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് സർക്കാരിനെ വീണ്ടും പ്രതിക്കൂട്ടിലാക്കുകയാണ് പ്രതിപക്ഷത്തിൻ്റെയും ലക്ഷ്യം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.